ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ നിന്നെല്ലാം റവന്യൂ നേടുന്നത് പോലെ ഇപ്പോൾ ട്വിറ്റർ പുതിയൊരു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ട്വിറ്ററിലൂടെയും നമുക്ക് ഇനി ആഡ് റവന്യൂ എല്ലാം ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ആഡ് റവന്യൂ ലഭിക്കുക, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾ ട്വിറ്ററിൽ വീഡിയോസ് അല്ലെങ്കിൽ മറ്റ് കണ്ടന്റ് എന്തെങ്കിലും എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും വരുന്ന ആഡ്സിൽ നിന്നുള്ള റവന്യൂ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇത്തരത്തിൽ റവന്യൂ എല്ലാം നേടുന്നതിന് ട്വിറ്ററിൽ എങ്ങനെയുള്ള ആളുകൾക്കെല്ലാമാണ് എലിജിബിൾ എന്ന് നമുക്ക് നോക്കാം. കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ റവന്യൂ എല്ലാം നേടാൻ സാധിക്കുക. അപ്പോൾ ട്വിറ്റർ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്വിറ്ററിൽ 500 ഫോളോവേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവസാന 90 ദിവസത്തിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ട്വീറ്റ് അല്ലെങ്കിൽ പോസ്റ്റിൽ നിന്ന് ഇവയിൽ നിന്നെല്ലാം കൂടി നിങ്ങൾക്ക് 5 മില്യണിൽ കൂടുതൽ ഇംപ്രഷൻസ് എല്ലാം ലഭിച്ചിരിക്കണം. മൂന്നാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ഇത് വേരിഫൈഡ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിന് ബ്ലൂ ടിക്ക് എല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിന് ബ്ലൂ ടിക്ക് എല്ലാം ലഭിക്കുക? ഇതിനായി നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി സബ്സ്ക്രിപ്ഷൻ എല്ലാം കൊടുത്ത്, അതായത് പേയ്മെന്റ് എല്ലാം കൊടുത്ത് നമ്മൾ ഇത് നേടിയിരിക്കണം. ഇനി നമുക്ക് എപ്രകാരമാണ് ഈ പേയ്മെന്റ് എല്ലാം ലഭിക്കുക എന്ന് നോക്കാം. ഇവിടെ ട്വിറ്റർ പറയുന്നത് അവരുടെ ത്രഷോൾഡ് എന്ന് പറയുന്നത് $10 മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിന്റെ ത്രഷോൾഡ് എന്ന് പറയുന്നത് $100 ആണ്. അതായത് $100 എല്ലാം നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ തികഞ്ഞാൽ മാത്രമാണ് ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുക. എന്നാൽ ട്വിറ്ററിൽ ഈ ത്രഷോൾഡ് എന്ന് പറയുന്നത് $10 മാത്രമാണ്. അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 5 മില്യൺ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ചാനൽ വേരിഫൈ ആയതിനു ശേഷം ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയുള്ളൂ. ഇവിടെ പറയുന്ന 5 മില്യൺ ഇംപ്രഷൻസ് എന്ന് പറയുന്നത് ഇത് വേരിഫൈഡ് ആയ അക്കൗണ്ടിൽ നിന്നുള്ളത് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ അക്കൗണ്ട് വേരിഫൈഡ് അല്ല, നിങ്ങൾക്ക് 5 മില്യൺ ഇംപ്രഷൻസ് എല്ലാം ലഭിച്ചാലും നിങ്ങൾ അതിൽ എലിജിബിൾ ആകില്ല. അതിനാൽ തന്നെ അക്കൗണ്ട് വേരിഫൈഡ് ആയതിനു ശേഷം ലഭിക്കുന്ന 5 മില്യൺ ഇംപ്രഷൻസ് എല്ലാമാണ് ഇതിലേക്ക് കൺസിഡർ ചെയ്യുക. ഇത്തരത്തിൽ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്ട്രൈപ്പ് എന്ന പേയ്മെന്റ് ഗേറ്റ്വേയിൽ അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് എല്ലാം വിഡ്രോ ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇത് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്